ഇത് കേട്ടോ നമ്മൾ ടൊയോട്ടയുടെ മറ്റൊരു സ്റ്റാളിലാണ്. ഈ സ്റ്റാളിൻ്റെ പ്രത്യേകത ഇവിടെ ഹൈലക്സ് മാത്രമേ ഉള്ളൂ. അതായത് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ആ ഒരു ഹൈലക്സുകൾ മാത്രമാണ് ഉള്ളത്. ഇതിപ്പോൾ ഉണ്ട് റാപ്പിഡ് ഇൻ്റർവെൻഷനാണ്. അതായത് നമ്മുടെ ഈ ഒരു ഫയർഫോഴ്സിനൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാഹനമാണ് ഇത്. അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് കസ്റ്റമൈസ് ചെയ്തൊരു വാഹനമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ പിന്നിലേക്ക് വരുമ്പോഴും ഇതിലേക്ക് എല്ലാ ഫീച്ചേഴ്സും ഫയർഫോഴ്സിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയ ഒരു വാഹനമാണിത്. ഇനി മറ്റൊരു വാഹനത്തിലേക്ക് വന്നാൽ ഇത് കണ്ടില്ലേ, ഇത് ഫീൽഡ് ഡയഗ്നോസിസ് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ സർവീസും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും അല്ലാതെ ഈ ഒരു ഹെവി എക്യുപ്മെൻറ്റ്സും ക്യാരി ചെയ്യുന്ന അവരുടെ സർവീസിനൊക്കെ വേണ്ടിയിട്ടും അവർക്ക് ആവശ്യമുള്ള ഒരു മൊബൈൽ വർക്ക്ഷോപ്പായിട്ടൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു വാഹനം ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടേക്ക് വന്നാൽ ഇതാണ് സർവൈലൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പോലീസിനൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു വാഹനമാണ് ഈ ഒരു വാഹനം. ഈ ഒരു ഹൈലക്സ് അങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളത്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ പോലീസ് വാഹനങ്ങൾ ആർമി വെഹിക്കിൾസിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് പോലെയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. കണ്ടോ, സർവൈലൻസ് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി മറ്റൊന്ന് പട്രോളിംഗ് എന്ന് പറയുന്നതാണ്. അതായത് ആർമി കളറിൽ ഒരുക്കിയിരിക്കുന്ന ഒരു മോഡലാണ്. അതായത് നമ്മുടെ ആർമി വെഹിക്കിൾസിന് ആർമിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഒരു ഹൈലക്സാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഹൈലക്സിൻ്റെ മൾട്ടി യൂസ് ചെയ്യാനുള്ള, അതായത് പല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മോഡലുകൾ പല രീതിയിലായിട്ട് ഇറക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ മാത്രമായിട്ടുള്ളൊരു സ്റ്റാളാണിത്.